തെരഞ്ഞെടുപ്പ് ചൂട് അതിവേഗത്തിൽ കുതിക്കവേ, തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിൽ വ്യാപിക്കവേ CPMനെ വെട്ടിലാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ലക്ഷ്യം വീണ വിജയനാണ് എന്ന് വ്യക്തമായി. അതിവേഗം മാസപ്പടിയിലെ അന്വേഷണം എക്സാലോജിക് കമ്പനിയിൽ എത്തിക്കാനാണ് ED ശ്രമിക്കുന്നത്. നേരിട്ട് ഹാജരാകാൻ മടിച്ച CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത നീക്കം അതിവേഗമുണ്ടാകുമെന്ന് ഉറപ്പായി. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് ഏതു ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയേക്കും. കേസെടുത്ത് 3 ആഴ്ചയ്ക്കകം CMRLലെ പ്രധാനപ്പെട്ടവരെയെല്ലാം ചോദ്യം ചെയ്തു. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തായ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു ED. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും CMRL ഹർജി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികൾ കൈക്കൊള്ളാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നതാണ് EDയുടെ പ്രധാന അന്വേഷണ വിഷയം. ഇന്നും CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കർത്തയുടെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായി. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുണ്ടെന്ന നിഗമനത്തിൽ ED എത്തിയിട്ടുണ്ട്. CMRLൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം. ED സംഘം CMRL കമ്പനി മാനേജിംഗ് ഡയറക്ടർ FN ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തതോടുകൂടി കേസിൻ്റെ ഗതിവിഗതികൾ മാറിയിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരുന്നത് ശശിധരൻ കർത്തയാണ് എന്നാണ് കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ ഉച്ചയ്ക്ക് 11:15 ശശിധരൻ കർത്തയുടെ വീട്ടിൽ എത്തിയത്. EDയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ ഇരിക്കവെയാണ് അതിവേഗം നീങ്ങിയിരിക്കുന്നത് ED. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി 1.72 കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തയ്ക്ക് ED സമൻസ് അയച്ചത്. ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തുന്നത്. CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, കാഷ്യർ വാസുദേവൻ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും അത് തുടരും. എക്സാലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. CMRLൻ്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശശിധരൻ കർത്തയുമായി അടുത്ത ബന്ധം പുലർത്തിയതായി സൂചനകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും എക്സാലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഇലക്ഷൻ കത്തി നിൽക്കവേ, ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കവേ വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് വലിയ തിരിച്ചടിയായി മാറും LDFന്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് CPMും LDFും ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ നീക്കങ്ങൾ ചടുലമായി തുടരുന്നു. കേരള രാഷ്ട്രീയം വീണ്ടും വീണ്ടും ഇളകി മറിയുകയാണ്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വീണ വിജയൻ വീണ്ടും വീണ്ടും പോവുകയാണ്. ഇത് ആയുധമാക്കാൻ UDF തീരുമാനിച്ചു കഴിഞ്ഞു. അവർ ആയുധമാക്കി കഴിഞ്ഞു.
ഇനി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നത് BJPയും UDFും വലിയ ആയുധമാക്കി മാറ്റും എന്നത് ഉറപ്പാണ്.